കൂട്ടിക്കിഴിച്ച് മുന്നണികൾ. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, Educational Partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ life is settled. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2 ഘട്ടങ്ങൾ ആണ് പൂർത്തിയായത്. എന്നാൽ ആദ്യഘട്ടം പിന്നിട്ടതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പല പരാമർശങ്ങളും ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാകുകയാണ്. വർഗീയ പരാമർശങ്ങൾ പ്രധാനമന്ത്രി നടത്തുന്നു എന്നുള്ളതായിരുന്നു ആക്ഷേപമെങ്കിൽ ഇപ്പോഴിതാ ഇന്ത്യ സഖ്യത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് എന്നതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യം അധികാരത്തിലേറിയാൽ ദക്ഷിണേന്ത്യയെ പ്രത്യേക രാഷ്ട്രമാക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ ആയിരുന്നു ഇത്തരത്തിലുള്ള പ്രസംഗം. ഇന്ത്യ സഖ്യം വിജയിച്ചാൽ പൗരത്വ ഭേദഗതി നിയമം ഇല്ലാതാക്കും, കാശ്മീരിലെ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കും, 5 വർഷത്തിൽ ഓരോ വർഷവും ഓരോ പ്രധാനമന്ത്രിമാർ കൂടി ഉണ്ടാകും എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. इंडिया अलायंस वालों ने खुलकर देश विरोधी एजेंडा और तुष्टीकरण के हथकंडों का इस्तेमाल करना शुरू कर दिया है. अब कांग्रेस का एजेंडा है कि वो सरकार में आने के बाद कश्मीर में आर्टिकल 370 वापस ले आएंगे. क्या ये इंडिया अलायंस वाले सरकार के दरवाजे तक भी पहुंच सकते हैं क्या? और उनका तो हाल ये है जी, वो ऐसी फॉर्मूला बना रहे, 1 साल 1 PM, ये फॉर्मूला निकालने में लगे हैं. अगर 5 साल मौका मिले तो 5 प्रधानमंत्री. അതാണ് പ്രധാനമന്ത്രി പറയുന്നത്. 1 വർഷം 1 പ്രധാനമന്ത്രി, 5 വർഷം 5 പ്രധാനമന്ത്രി, അതായിരിക്കും ഇന്ത്യ സഖ്യം അധികാരത്തിലേറിയാൽ എന്നാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി സുവി വിശ്വനാഥനാണ് ചേരുന്നത്. സുവി, ഗുരുതരമായ ആരോപണം ആണ് ഇന്ത്യ സഖ്യത്തിന് നേരെ ഉന്നയിക്കുന്നത്. നേരത്തെ പ്രധാനമന്ത്രി നടത്തിയ ചില പരാമർശം, അതായത് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട്, അതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ വലിയ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും പ്രതികരണങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ ഇന്നടക്കം വിവിധ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കാമോ? അഭിലാഷ്, തീർച്ചയായും ഈ രൂക്ഷമായ ആരോപണങ്ങൾക്കെതിരെ ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കളിൽ നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. കാരണം തെരഞ്ഞെടുപ്പ് 3ാം ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ വലിയ രൂക്ഷമായ ആരോപണങ്ങൾ, അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ വർഗീയ അധിക്ഷേപങ്ങൾക്ക് പുറമെ ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. പ്രധാനമായും 5 വർഷം ഭരിച്ചാൽ 5 പ്രധാനമന്ത്രിമാർ രാജ്യത്തുണ്ടാകും, ദക്ഷിണേന്ത്യയെ പ്രത്യേക രാഷ്ട്രമാക്കി മാറ്റാനാണ് ഇന്ത്യ മുന്നണി ശ്രമിക്കുന്നത്, ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കും, പൗരത്വ നിയമ ഭേദഗതി എടുത്തു കളയും തുടങ്ങിയ ആരോപണങ്ങളാണ് പ്രധാനമന്ത്രി പ്രധാനമായും ഉന്നയിക്കുന്നത്. 3 അക്ക ലോക്സഭാ സീറ്റ് പോലും തികയ്ക്കാത്തവരാണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവനയുമായി ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. 1 വർഷം 1 പ്രധാനമന്ത്രി എന്നതാണ് അവരുടെ ഫോർമുല. കോൺഗ്രസും ഇന്ത്യ മുന്നണിയും കർണാടകയിലും തമിഴ്നാട്ടിലും മറ്റും പ്രസംഗിച്ച് നടക്കുന്നത് ദക്ഷിണേന്ത്യയെ പ്രത്യേക രാഷ്ട്രം ആക്കും എന്നാണ്. അത്തരത്തിൽ ഉള്ള ഒരു കാര്യം ഛത്രപതി ശിവജിയുടെ നാട്ടിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാമർശങ്ങളാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും രൂക്ഷമായ പരാമർശങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെ ഇന്ത്യ മുന്നണി നേതാക്കളുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഇന്നുണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. അഭിലാഷ്, തീർച്ചയായും അത്തരത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. എന്തായാലും 3ാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി ഇന്ന് കർണാടകത്തിൽ ആണ് ഉള്ളത്. അവിടെ രാവിലെ മുതൽ വിവിധ പരിപാടികളുണ്ട്. 3 വേദികളിൽ ഇന്ന് പ്രധാനമന്ത്രി സംസാരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇതിൻ്റെ തുടർച്ച പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നതുകൂടി ഇന്നത്തെ തെരഞ്ഞെടുപ്പ് റാലികളിൽ നിന്ന് അറിയാൻ സാധിക്കും.
അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് റായ്ബറേലിയിലെയും അമേഠിയിലെയും സ്ഥാനാർത്ഥികൾ ആര് എന്നുള്ളതാണ്. 5ാം ഘട്ടത്തിൽ ആണ് ഈ 2 മണ്ഡലങ്ങളും വിധി എഴുതുന്നത്. എന്തായാലും വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചു കഴിഞ്ഞു, അത് വോട്ടായി മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അമേഠിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തുമോ എന്നത് ഇപ്പോഴും ചർച്ചയാണ്. ഉത്തർപ്രദേശിലെ അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് വിട്ടു. കഴിഞ്ഞ ദിവസം ചേർന്ന തെരഞ്ഞെടുപ്പ് സമിതിയാണ് ഇങ്ങനെയൊരു തീരുമാനം മല്ലികാർജുൻ ഖാർഗെ സ്വീകരിക്കട്ടെ എന്ന് വ്യക്തമാക്കിയത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സ്ഥാനാർത്ഥികൾ ആകണം എന്നാണ് ഉത്തർപ്രദേശ് കോൺഗ്രസിന്റെ നിലപാട്. രാഹുലിന്റെ മണ്ഡലമായ അമേഠിയിൽ ഇത്തവണ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്നും റായ്ബറേലിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തണം എന്നുമാണ് പൊതുവെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള അഭിപ്രായം. മെയ് 20-നാണ് അമേഠിയിലും റായ്ബറേലിയിലും വോട്ടെടുപ്പ് നടക്കുക. കേരളത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാന ചർച്ചയായി നിൽക്കുന്നത് LDF കൺവീനർ EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതാണ്. തെരഞ്ഞെടുപ്പ് ദിവസം ഇക്കാര്യം സ്ഥിരീകരിക്കേണ്ടി വന്നത് വലിയ തോതിലുള്ള അമർഷം പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ അമർഷം നിലനിൽക്കെ ആണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരുന്നത്. തെരഞ്ഞെടുപ്പ് അവലോകനം ആണ് മുഖ്യ അജണ്ട എങ്കിലും EP ജയരാജൻ വിഷയം യോഗത്തിൽ പ്രധാന ചർച്ചയാകും. തെരഞ്ഞെടുപ്പ് ദിവസത്തിലെ EPയുടെ പ്രതികരണത്തിൽ പാർട്ടി നേതൃത്വത്തിന് നീരസമുണ്ട്. സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും EP ജയരാജനെ തള്ളിപ്പറയുകയും ചെയ്തു. സൗഹൃദങ്ങളിൽ ജാഗ്രത വേണം എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ മാറ്റിയേക്കും എന്നാണ് സൂചന. തെരഞ്ഞെടുപ്പിന് ശേഷവും ചൂടാറാതെ വടകരയിലെ വിവാദങ്ങൾ. കാഫിറിന് വോട്ടില്ല എന്ന പ്രചാരണം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതാണ് വോട്ടെടുപ്പിന് ശേഷവും ചർച്ചയായി നിൽക്കുന്നത്. UDF ആണ് പ്രചാരണത്തിന് പിന്നിൽ എന്നാണ് LDF സ്ഥാനാർത്ഥിയായ KK ശൈലജ ആവർത്തിക്കുന്നത്. അതേസമയം ഇങ്ങനെ ഒരു വ്യാജ കാർഡുകൾ നിർമ്മിച്ചതിൽ പ്രചാരണം നടത്തിയതിലൊന്നും പങ്കില്ല എന്ന് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും ആവർത്തിക്കുകയാണ്. ന്യൂനപക്ഷ മേഖലകളിൽ വോട്ടുകളുടെ ഏകോപനം വന്നിട്ടുണ്ട് എന്ന വിലയിരുത്തലുകൾ കൂടി എത്തുന്നതോടെ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ ഇന്ന് ഉണ്ടായേക്കും. എന്തായാലും ഇത്തരം വാദപ്രതിവാദങ്ങൾ ഒക്കെ നിൽക്കുമ്പോഴും കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത് വടകരയിൽ തന്നെ ആണ്. വാർത്താരംഭം അവസാനിക്കുന്നതിന് മുമ്പ് 2 കായിക വാർത്തകളിലേക്ക് കൂടി പോകുന്നു. അതിൽ IPLൽ ഇന്ന് പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്നുണ്ട്. IPLൽ ഇന്ന് 2 മത്സരങ്ങൾ ആണ് ഉള്ളത്. ഗുജറാത്ത് ബാംഗ്ലൂരിനെ നേരിടും. ഉച്ചയ്ക്ക് 3:30-നാണ് മത്സരം. അതേസമയം ചെന്നൈക്ക് ഹൈദരാബാദ് ആണ് എതിരാളികൾ. രാത്രി 7:30-നാണ് രണ്ടാമത്തെ ഈ മത്സരം. ISLൽ 2ാം പാദ സെമി ഇന്നാണ് നടക്കുന്നത്. മോഹൻ ബഗാൻ ആണ് കളത്തിൽ ഇറങ്ങുന്നത്. ഒഡീഷയെ ആണ് നേരിടുന്നത്. രാത്രി 7:30-നാണ് മത്സരം. വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം. തിരിച്ചു വിളിച്ചു. കൂട്ടിക്കിഴിച്ച് മുന്നണികൾ. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21-ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 2 ഘട്ടങ്ങൾ ആണ് പൂർത്തിയായത്. എന്നാൽ ആദ്യഘട്ടം പിന്നിട്ടതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പല പരാമർശങ്ങളും ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാകുകയാണ്. വർഗീയ പരാമർശങ്ങൾ പ്രധാനമന്ത്രി നടത്തുന്നു എന്നുള്ളതായിരുന്നു ആക്ഷേപമെങ്കിൽ ഇപ്പോഴിതാ ഇന്ത്യ സഖ്യത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് എന്നതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യം അധികാരത്തിലേറിയാൽ
ദക്ഷിണേന്ത്യയെ പ്രത്യേക രാഷ്ട്രമാക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ ആയിരുന്നു ഇത്തരത്തിലുള്ള പ്രസംഗം. ഇന്ത്യ സഖ്യം വിജയിച്ചാൽ പൗരത്വ ഭേദഗതി നിയമം ഇല്ലാതാക്കും, കാശ്മീരിലെ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കും, 5 വർഷത്തിൽ ഓരോ വർഷവും ഓരോ പ്രധാനമന്ത്രിമാർ കൂടി ഉണ്ടാകും എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. इंडिया अलायंस वालों ने खुलकर देश विरोधी एजेंडा और तुष्टीकरण के हथकंडों का इस्तेमाल करना शुरू कर दिया है. अब कांग्रेस का एजेंडा है कि वो सरकार में आने के बाद कश्मीर में आर्टिकल 370 वापस ले आएंगे. क्या ये इंडिया अलायंस वाले सरकार के दरवाजे तक भी पहुंच सकते हैं क्या? और उनका तो हाल ये है जी, वो ऐसी फॉर्मूला बना रहे, 1 साल 1 पीएम, ये फॉर्मूला निकालने में लगे हैं. अगर 5 साल मौका मिले तो 5 प्रधानमंत्री. അതാണ് പ്രധാനമന്ത്രി പറയുന്നത്. 1 വർഷം 1 പ്രധാനമന്ത്രി, 5 വർഷം 5 പ്രധാനമന്ത്രി. അതായിരിക്കും ഇന്ത്യ സഖ്യം അധികാരത്തിലേറിയാൽ എന്നാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി സുവി വിശ്വനാഥനാണ് ചേരുന്നത്. സുവി, ഗുരുതരമായ ആരോപണം ആണ് ഇന്ത്യ സഖ്യത്തിന് നേരെ ഉന്നയിക്കുന്നത്. നേരത്തെ പ്രധാനമന്ത്രി നടത്തിയ ചില പരാമർശം, അതായത് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട്, അതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ വലിയ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും പ്രതികരണങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ ഇന്നടക്കം വിവിധ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കാമോ? അഭിലാഷ്, തീർച്ചയായും ഈ രൂക്ഷമായ ആരോപണങ്ങൾക്കെതിരെ ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കളിൽ നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. കാരണം തെരഞ്ഞെടുപ്പ് 3ാം ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ വലിയ രൂക്ഷമായ ആരോപണങ്ങൾ, അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ വർഗീയ അധിക്ഷേപങ്ങൾക്ക് പുറമെ ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. പ്രധാനമായും 5 വർഷം ഭരിച്ചാൽ 5 പ്രധാനമന്ത്രിമാർ രാജ്യത്തുണ്ടാകും. ദക്ഷിണേന്ത്യയെ പ്രത്യേക രാഷ്ട്രമാക്കി മാറ്റാനാണ് ഇന്ത്യ മുന്നണി ശ്രമിക്കുന്നത്. ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കും, പൗരത്വ നിയമ ഭേദഗതി എടുത്തുകളയും തുടങ്ങിയ ആരോപണങ്ങളാണ് പ്രധാനമന്ത്രി പ്രധാനമായും ഉന്നയിക്കുന്നത്. 3 അക്ക ലോക്സഭാ സീറ്റ് പോലും തികയ്ക്കാത്തവരാണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവനയുമായി ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. 1 വർഷം 1 പ്രധാനമന്ത്രി എന്നതാണ് അവരുടെ ഫോർമുല. കോൺഗ്രസും ഇന്ത്യ മുന്നണിയും കർണാടകയിലും തമിഴ്നാട്ടിലും മറ്റും പ്രസംഗിച്ച് നടക്കുന്നത് ദക്ഷിണേന്ത്യയെ പ്രത്യേക രാഷ്ട്രം ആക്കും എന്നാണ്. അത്തരത്തിലുള്ള ഒരു കാര്യം ഛത്രപതി ശിവജിയുടെ നാട്ടിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാമർശങ്ങളാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും രൂക്ഷമായ പരാമർശങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെ ഇന്ത്യ മുന്നണി നേതാക്കളുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഇന്നുണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. അഭിലാഷ്, തീർച്ചയായും അത്തരത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. എന്തായാലും 3ാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി ഇന്ന് കർണാടകത്തിൽ ആണ് ഉള്ളത്. അവിടെ രാവിലെ മുതൽ വിവിധ പരിപാടികളുണ്ട്. 3 വേദികളിൽ ഇന്ന് പ്രധാനമന്ത്രി സംസാരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇതിൻ്റെ തുടർച്ച പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നതുകൂടി ഇന്നത്തെ തെരഞ്ഞെടുപ്പ് റാലികളിൽ നിന്ന് അറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് റായ്ബറേലിയിലെയും അമേഠിയിലെയും സ്ഥാനാർത്ഥികൾ ആര് എന്നുള്ളതാണ്. 5ാം ഘട്ടത്തിൽ ആണ് ഈ 2 മണ്ഡലങ്ങളും വിധി എഴുതുന്നത്. എന്തായാലും വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചു കഴിഞ്ഞു, അത് വോട്ടായി മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അമേഠിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തുമോ എന്നത് ഇപ്പോഴും ചർച്ചയാണ്. ഉത്തർപ്രദേശിലെ അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് വിട്ടു. കഴിഞ്ഞ ദിവസം ചേർന്ന തെരഞ്ഞെടുപ്പ് സമിതിയാണ് ഇങ്ങനെയൊരു തീരുമാനം മല്ലികാർജുൻ ഖാർഗെ സ്വീകരിക്കട്ടെ എന്ന് വ്യക്തമാക്കിയത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സ്ഥാനാർത്ഥികൾ ആകണം എന്നാണ് ഉത്തർപ്രദേശ് കോൺഗ്രസിൻ്റെ നിലപാട്. രാഹുലിൻ്റെ മണ്ഡലമായ അമേഠിയിൽ ഇത്തവണ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്നും റായ്ബറേലിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തണം എന്നുമാണ് പൊതുവെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള അഭിപ്രായം. മെയ് 20-നാണ് അമേഠിയിലും റായ്ബറേലിയിലും വോട്ടെടുപ്പ് നടക്കുക. കേരളത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാന ചർച്ചയായി നിൽക്കുന്നത് LDF കൺവീനർ EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതാണ്. തെരഞ്ഞെടുപ്പ് ദിവസം ഇക്കാര്യം സ്ഥിരീകരിക്കേണ്ടി വന്നത്
വലിയ തോതിലുള്ള അമർഷം പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ അമർഷം നിലനിൽക്കെ ആണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരുന്നത്. തെരഞ്ഞെടുപ്പ് അവലോകനം ആണ് മുഖ്യ അജണ്ട എങ്കിലും EP ജയരാജൻ വിഷയം യോഗത്തിൽ പ്രധാന ചർച്ചയാകും. തെരഞ്ഞെടുപ്പ് ദിവസത്തിലെ EP-യുടെ പ്രതികരണത്തിൽ പാർട്ടി നേതൃത്വത്തിന് നീരസമുണ്ട്. സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും EP ജയരാജനെ തള്ളിപ്പറയുകയും ചെയ്തു. സൗഹൃദങ്ങളിൽ ജാഗ്രത വേണം എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ മാറ്റിയേക്കും എന്നാണ് സൂചന. തെരഞ്ഞെടുപ്പിന് ശേഷവും ചൂടാറാതെ വടകരയിലെ വിവാദങ്ങൾ. കാഫിറിന് വോട്ടില്ല എന്ന പ്രചാരണം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതാണ് വോട്ടെടുപ്പിന് ശേഷവും ചർച്ചയായി നിൽക്കുന്നത്. UDF ആണ് പ്രചാരണത്തിന് പിന്നിൽ എന്നാണ് LDF സ്ഥാനാർത്ഥിയായ KK ശൈലജ ആവർത്തിക്കുന്നത്. അതേസമയം ഇങ്ങനെ ഒരു വ്യാജ കാർഡുകൾ നിർമ്മിച്ചതിൽ പ്രചാരണം നടത്തിയതിലൊന്നും പങ്കില്ല എന്ന് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും ആവർത്തിക്കുകയാണ്. ന്യൂനപക്ഷ മേഖലകളിൽ വോട്ടുകളുടെ ഏകോപനം വന്നിട്ടുണ്ട് എന്ന വിലയിരുത്തലുകൾ കൂടി എത്തുന്നതോടെ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ ഇന്ന് ഉണ്ടായേക്കും. എന്തായാലും ഇത്തരം വാദപ്രതിവാദങ്ങൾ ഒക്കെ നിൽക്കുമ്പോഴും കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത് വടകരയിൽ തന്നെ ആണ്. വാർത്താരംഭം അവസാനിക്കുന്നതിന് മുമ്പ് 2 കായിക വാർത്തകളിലേക്ക് കൂടി പോകുന്നു. അതിൽ IPL-ൽ ഇന്ന് പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്നുണ്ട്. IPL-ൽ ഇന്ന് 2 മത്സരങ്ങൾ ആണ് ഉള്ളത്. ഗുജറാത്ത് ബാംഗ്ലൂരിനെ നേരിടും. ഉച്ചയ്ക്ക് 3:30 മത്സരം. അതേസമയം ചെന്നൈക്ക് ഹൈദരാബാദ് ആണ് എതിരാളികൾ. രാത്രി 7:30 രണ്ടാമത്തെ ഈ മത്സരം. ISL-ൽ 2ാം പാദ സെമി ഇന്നാണ് നടക്കുന്നത്. മോഹൻ ബഗാൻ ആണ് കളത്തിൽ ഇറങ്ങുന്നത്. ഒഡീഷയെ ആണ് നേരിടുന്നത്. രാത്രി 7:30 മത്സരം. വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം. രേഖ തിരിച്ചു വിളിച്ചു.